التمسك بالأثر نجاه. ശരി, 24ാമത്തെ ഹദീസ്. അടുത്ത ഹദീസ് الحديث الرابع والعشرون. الحديث الرابع والعشرون عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم احرص على ما ينفعك واستعن بالله ولا تعجز وإن أصابك شيء فلا تقل لو أني فعلت كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لو تفتح عمل الشيطان. رواه مسلم. അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക, നീ ആഗ്രഹമുണ്ടാക്കുക. വസ്തഇൻ ബില്ലാഹി വലാ തഅജസ്, അതിൽ അള്ളാഹുവിനോട് നീ സഹായം തേടുക, അശക്തനാകരുത്, ദുർബലനാകരുത്. വഇൻ അസാബക ശൈഉൻ, ഇനി എന്തെങ്കിലും ദുരിതം, പ്രയാസം, വിപത്ത് നിന്നെ ബാധിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ ഇന്നാൽ ഇന്നത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ. ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഇന്നാൽ ഇന്നതൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നാൽ ഇന്നതൊക്കെ സംഭവിക്കുമായിരുന്നു, ഇന്നത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കുമായിരുന്നു, ഇന്നത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത് സംഭവിക്കില്ലായിരുന്നു. അതിൻ്റെ നേരെതിര്. ഇങ്ങനെ എന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ നീ ഖേദത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും സംസാരം നടത്തരുത്. വലാകിൻ, മറിച്ച് അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ നീ പറയേണ്ടത് എന്താണ്? ഖുൽ, പറയുക, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ, അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹു വിധിച്ചതാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു, അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു, അവൻ വിധിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് നീ പറയുക. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്ന വാക്ക് അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ ലൗ എന്ന വാക്ക് അങ്ങനെയാണെങ്കിൽ എന്ന നഷ്ടത്തിൻ്റെയും ഖേദത്തിൻ്റെയും വാക്ക് തഫ്തഹു അമല ശൈത്താൻ, അത് പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ വാതിലുകൾ തുറക്കും, പിശാചിൻ്റെ പ്രവർത്തനത്തിന് അത് തുറവിയുണ്ടാക്കും എന്നതാണ് ഹദീസിൻ്റെ പ്രത്യക്ഷാർത്ഥം. ഈ ഹദീസിൽ അനേകം പാഠങ്ങളുണ്ട്. ഈ ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ഈ ഹദീസ് നമ്മെ ക്ഷമയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാനിൻ്റെ പാതിയായി നിലകൊള്ളേണ്ടുന്ന ക്ഷമ എന്ന മഹത്തായ ഗുണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്ന വിധികൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ അതൃപ്തിയും ഖേദവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയോടുള്ള അനിഷ്ടവും പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന അള്ളാഹുവിൻ്റെ വിധിയോടുള്ള പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ആ വിധിയോട് എതിര് പ്രകടിപ്പിക്കുന്ന അവസ്ഥ, ഇത് ഈമാനിൻ്റെ സ്തംഭങ്ങളിലൊന്നായ ഖളാ ഖദറുള്ള ഈമാൻ, അൽ ഈമാൻ ബിൽ ഖളാഇ വൽ ഖദർ, അതിൻ്റെ പൂർണ്ണതക്ക് നിരക്കാത്തതാണ്. എന്ത് സംഭവിച്ചാലും മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലാകട്ടെ, ഈ ഭൂലോകത്താകട്ടെ, എന്ത് സംഭവിച്ചാലും, എന്ത് മുസീബത്ത് ബാധിച്ചാലും അള്ളാഹു അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംഭവിക്കുന്നില്ല. അത് അള്ളാഹുവിന് എത്രയോ നിസ്സാരമായ കാര്യമാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ വിധി നിർണയത്തിലുള്ള വിശ്വാസം. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനമാണ്. നിനക്ക് സംഭവിച്ചതൊന്നും സംഭവിക്കാതിരിക്കേണ്ടതില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. നിനക്ക് കിട്ടാതെ പോയതൊന്നും കിട്ടേണ്ടതല്ല, അത് കിട്ടുകയില്ല, ഉറപ്പാണ്. സംഭവിച്ചതെല്ലാം സംഭവിക്കാനുള്ളതാണ്, സംഭവിക്കാത്തതൊന്നും നിനക്ക് ലഭിക്കാനുള്ളതല്ല. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. ഖളാ ഖദറിലുള്ള ഈ വിശ്വാസത്തിന്, ഈ ഈമാനിന്
നിരക്കാത്തതാണ് ഈ ഹദീസിലെ ലൗ എന്ന പ്രയോഗം. അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള പ്രയോഗം ഖളാ ഖദറുൽ ഈമാൻ തൗഹീദ് അതിൻ്റെ പൂർണ്ണതയ്ക്ക് നിരക്കാത്തതാണ്. ഇതാണ് ഈ ഹദീസിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഹദീസിൻ്റെ അകക്കാമ്പ് ഇതാണ്. ഇനി ലൗ എന്ന പ്രയോഗം അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആളുകൾ നിർവഹിക്കാറുണ്ട്. ഇവിടെ ലൗ എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അതിനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചൊരു വിധി, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചൊരു മുസീബത്ത്, ഒരു ദുരന്തം, അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് തൃപ്തിപ്പെടാതെ അതിനോട് പുറംതിരിയുന്ന, അതിനോട് അതൃപ്തിയും അനിഷ്ടവും അതല്ലെങ്കിൽ അതിനോടൊരു നീരസവും പ്രകടിപ്പിക്കുന്ന, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ, ആ ബസ്സിൽ കയറിയതുകൊണ്ടാണ് എനിക്ക് അപകടം ഉണ്ടായി, ആ സമയത്ത് 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ഇന്ന ഫ്ലൈറ്റ് എനിക്ക് മിസ്സായത്, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ പറയലുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തിയ എന്തെങ്കിലും ഒരു നഷ്ടം, ആകസ്മികമായ എന്തെങ്കിലും ദുരന്തം, അപ്രതീക്ഷിതമായ എന്തെങ്കിലും അപകടം, ഇതിനെ നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ എതിരിടുകയാണ്, അള്ളാഹുവിൻ്റെ ഖദറിനെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഇത് പാടില്ലാത്തതാണ്, ഹറാമാണ്, നമ്മുടെ ഈമാനിന് നിരക്കാത്തതാണ്, ഖളാ ഖദറിലെ ഈമാനിന് ഭംഗം വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖദറിനെതിരെ, അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഈ പ്രയോഗം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നത് പാടില്ല എന്ന് വിളിക്കുന്നത് ഹറാമാണ്. അള്ളാഹുവിൻ്റെ വിധിയെ ചോദ്യം ചെയ്യുന്ന ലൗ എന്ന പ്രയോഗം, അങ്ങനെയാണെങ്കിൽ എന്ന പ്രയോഗം ഹറാമാണ്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ ശറഇനെതിരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന നിർബന്ധമാണ് എന്ന് ശറഅാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ ഈ കുത്തുവാക്കുകളും പരിഹാസവും സമൂഹത്തിൽ നിന്നുള്ള ബഹിഷ്കരണമൊക്കെ കേൾക്കേണ്ടി വന്നത്. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണല്ലോ. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ല, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് കൊണ്ട്, പുരുഷൻ അവൻ താടി വളർത്തിയത് കൊണ്ട്, സ്ത്രീ മുഖം പോലും മറക്കുന്ന അവളുടെ സമ്പൂർണ്ണ ഹിജാബിൽ ഒരു ശരിയായ മുസ്ലിമത്തായി ജീവിക്കുന്നത് കൊണ്ട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ, ഇതൊക്കെ ഞാൻ ഈ വേഷവും ഈ കോലവും ഇസ്ലാമിൻ്റെ ഈ ചിഹ്നങ്ങളൊക്കെ പാലിക്കുന്നത് കൊണ്ടാണല്ലോ, ഇതില്ലായിരുന്നുവെങ്കിൽ എനിക്കൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ശറഇൻ്റെ വിധിവിലക്കുകളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ലൗ എന്ന പ്രയോഗം പറഞ്ഞാൽ മനസ്സിലായോ? അള്ളാഹു നിയമമാക്കിയ ദീനിൻ്റെ വിധിവിലക്കുകൾ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രയാസങ്ങളോ ഇങ്ങനെയുള്ള പരിഹാസങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിയമമാക്കിയില്ലായിരുന്നെങ്കിൽ, അള്ളത് നിയമമാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിൽ ലൗ എന്ന പ്രയോഗം നമ്മൾ നടത്തിയാൽ, അതിന് സമാനമായ നമ്മുടെ ഭാഷയുള്ള പ്രയോഗം നടത്തിയാൽ, അത് അള്ളാഹുവിൻ്റെ വിധിയെ, അള്ളാഹുവിൻ്റെ ശറഇനെ, അവൻ്റെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന പ്രയോഗമാണ്. ഇതും പാടില്ല, ഇതും ഹറാമാണ്. മൂന്നാമതായി സഹോദരങ്ങളെ, ഇതിനുള്ള തെളിവെന്താണ്? ഒന്നാമത്തെ തെളിവ് നമ്മൾ ഈ പറഞ്ഞ ഹദീസാണ്. മറ്റൊരു തെളിവ് സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ആയത്തുകൾ, മുനാഫിക്കുകളെ പറ്റി പരാമർശിച്ച ആയത്തുകൾ. മുനാഫിക്കുകൾ ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകളുടെ സംഘം ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിയോടും സ്വഹാബത്തിനോടുമൊപ്പം അണിനിരക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ അവർ വഴിയിൽ നിന്ന് പുറംതിരിഞ്ഞു പോയി. പിന്നീട് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായി, അവരിൽ പലരും കൊല്ലപ്പെട്ടു, നമുക്കറിയാം ചരിത്രം. ആ സമയത്ത് അവർ പരസ്പരം പറയണം, അള്ളാഹു അത് സൂറത്ത് ആല ഇമ്രാനിലെ 154, 168 ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. മുനാഫിക്കുകൾ അവർ പരസ്പരം പറയുകയാണ്, നമുക്കെങ്ങാനും അധികാരമുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കയ്യിലാണ് ഈ തീരുമാനമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണല്ലോ, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വഹാബത്ത് ഉഹദിലേക്ക് പുറപ്പെട്ടത്. അതിനപ്പുറത്ത് ഞങ്ങൾക്കാണ് അധികാരമുണ്ടായിരുന്നെങ്കിൽ എന്ന് മുനാഫിക്കുകൾ പറയാം. നമ്മുടെ കയ്യിലാണ് അധികാരവും പിന്നെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ മാ ഖുതിൽനാ ഹാഹുനാ, അവർ കൊല്ലപ്പെട്ടതുപോലെ
കൊല്ലപ്പെടില്ലായിരുന്നു. അതായത് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടം ഉണ്ടാകില്ലായിരുന്നു. നമ്മളിവിടെ യുദ്ധം ചെയ്യാതെ അടങ്ങി കുത്തിയിരിക്കും. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, മുഹമ്മദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യുദ്ധം ചെയ്യാൻ പോയതുകൊണ്ടാണ്. നമുക്ക് അധികാരം ഉണ്ടായിരുന്നു, നമ്മൾ പറയായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, മുസ്ലിമീങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ വിധിയെയും അള്ളാഹുവിൻ്റെ ശറഅനെയും ചോദ്യം ചെയ്യണം. യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ശറഅന്റെ വിധിയെ ചോദ്യം ചെയ്യണം. മുസ്ലിമീങ്ങൾ പരാജയം രുചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖലാഇനെ ചോദ്യം ചെയ്യണം മുനാഫിക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്ത് ആല ഇംറാനിലെ 168-ാമത്തെ ആയത്തിൽ കാണാം, അവർ പറഞ്ഞു അല്ലദീന ഖാലൂ ലിഇഖ്വാനിഹിം, മുസ്ലിമീങ്ങളായിട്ടുള്ളവരോട്, അവരുടെ നാട്ടിലെ അവരുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളോട് അവർ പറഞ്ഞു, വഖഅദു, അവരെന്താണ് ചെയ്തത്? അവർ യുദ്ധം ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നു. ലൗ അതാഊന മാ ഖുതിലു, ഞങ്ങളെ അനുസരിക്കുകയായിരുന്നെങ്കിൽ, ഞങ്ങൾ യുദ്ധം ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നത് പോലെ ഞങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ അനുസരിക്കുകയായിരുന്നെങ്കിൽ, ഞങ്ങളുടെ വാക്കിനെ നിങ്ങൾ അനുസരിക്കുകയായിരുന്നെങ്കിൽ, മാ ഖുതിലു, അവർ കൊല്ലപ്പെടില്ലായിരുന്നു എന്നവർ പറഞ്ഞു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു വിധിച്ച വിധിക്കെതിരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശറഅന്റെ നിയമത്തിനെതിരെ അവർ ചോദ്യം ചെയ്തതാണ്. ഇവിടെ രണ്ടിടത്തും ലൗ എന്ന പ്രയോഗം നമുക്ക് കാണാം. ശ്രദ്ധിച്ചു നിങ്ങൾ. സൂറത്ത് ആല ഇംറാനിലെ 154-ാമത്തെ ആയത്തിൽ അവർ പറഞ്ഞു യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി. സൂറത്ത് ആല ഇംറാനിലെ 168-ാമത്തെ ആയത്തിൽ അവർ പറഞ്ഞു അല്ലദീന ഖാലൂ ലിഇഖ്വാനിഹിം വഖഅദൂ ലൗ അതാഊന മാ ഖുതിലു. അങ്ങനെയാണെങ്കിൽ, ഞങ്ങളെ കേൾക്കുകയായിരുന്നുവെങ്കിൽ, ഞങ്ങൾ അനുസരിക്കുകയായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ. ഈ പ്രയോഗം അള്ളാഹുവിൻ്റെ ഖലാഇനും ശറഅനുമെതിരെയാണ്. ഇത് ഹറാമാണ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അവസ്ഥ, തിന്മകൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വിധിയെ, അള്ളാഹുവിൻ്റെ ഖദറിനെ തെളിവ് പിടിക്കാൻ ലൗ എന്ന പ്രയോഗം നടത്താം. ഏതുപോലെ? ഒരാളൊരു ഹറാമ് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അപ്പം അതിനെ ഗുണദോഷിച്ച തൻ്റെ സഹോദരനോട് അവൻ പറയാണ്, അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അത് ചെയ്യില്ലായിരുന്നല്ലോ, അള്ളാഹ് ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദ്യപിക്കില്ലായിരുന്നു, ഞാൻ പുകവലിക്കില്ലായിരുന്നു, ഞാൻ സിനിമ കാണില്ലായിരുന്നു, ഞാൻ സംഗീതം കേൾക്കില്ലായിരുന്നു. ഇങ്ങനെ താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖദറിനെ കൂട്ടുപിടിക്കുക. അവിടെ ലൗ എന്ന പ്രയോഗം നടത്തുക. അള്ളാഹ് വിധിച്ചതുകൊണ്ടാണല്ലോ, അള്ളാഹു വിധിച്ചില്ലായിരുന്നു ഞാൻ അത് ചെയ്യില്ലായിരുന്നു. തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ ന്യായീകരിക്കാൻ ഉദ്ർ പറയാണ്. ലൗ എന്ന പ്രയോഗം കടമെടുത്തു. ഇത് പാടില്ല, ഇതും ഹറാമാണ്. മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ, മുശ്രിക്കുകൾ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞതായി കാണാം, ലൗ ഷാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ സയഖൂലു അല്ലദീന അശ്റകൂ ലൗ ഷാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ. അല്ലാഹു പങ്കു ചേർത്ത് ശിർക്ക് ചെയ്ത് അവർ ആ ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അള്ളാഹു പുറത്തു നൽകാത്ത ഏറ്റവും വലിയ തിന്മ, ഏറ്റവും കൊടിയ തിന്മ, ശിർക്ക് ചെയ്തിട്ട് ശിർക്കിനെ ന്യായീകരിക്കാൻ അവർ കാരണം പറയാണ്, ന്യായം പറയാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ശിർക്ക് ചെയ്യില്ലായിരുന്നു. ലൗ ഷാ അല്ലാഹ്, അവർ ചെയ്ത ശിർക്കിനെ ന്യായീകരിക്കാൻ അള്ളാഹുവിൻ്റെ ഖദറിനെ അവർ ലൗ കൊണ്ട് കൂട്ടിപിടിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. സമാന പ്രയോഗം സൂറത്ത് സുഖ്റുഫിൽ നമുക്ക് വായിക്കാം. മലക്കുകൾ ആരാധിച്ചിരുന്ന മുശ്രിക്കുകളിൽ ചിലർ മലക്കുകളെ അള്ളാഹുവിന് പുറമെ ശിർക്ക് വെക്കാൻ അവർ ന്യായമായി പറഞ്ഞു, വഖാലു ലൗ ഷാ അർ-റഹ്മാനു മാ അബദ്നാഹു, റഹ്മാനായ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ ആരാധിക്കില്ലായിരുന്നു, ഞങ്ങൾ മലക്കുകൾ ഇലാഹായി സ്വീകരിക്കില്ലായിരുന്നു, ഞങ്ങൾ ശിർക്ക് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തിന്മകൾ ചെയ്യാൻ, ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെ ന്യായീകരിക്കാൻ പോലും അള്ളാഹുവിൻ്റെ ഖലാഇനെയും ഖദറിനെയും കൂട്ടുപിടിച്ച് ന്യായവാദം നിരത്തിയത് ആരുടെ പാരമ്പര്യമാണ്? മുശ്രിക്കുകളുടെ പാരമ്പര്യമാണ്, കുഫാറുകളുടെ പാരമ്പര്യമാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്, ഹറാമാണ്. ഇതാണ് മൂന്നാമത്തെ സാഹചര്യം. നാലാമത്തെ സാഹചര്യം, നമുക്കിഷ്ടമില്ലാത്തത്, നമ്മൾ ആഗ്രഹിക്കാത്തത് സംഭവിച്ചു. എന്തുമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകാം, അപകടമാകാം, രോഗമാകാം, എന്തു പ്രതിസന്ധിയാകട്ടെ, സംഭവിച്ചതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഡിപ്രഷനായി, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠയുടെ ഭാഗമായി അങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സംഗതി സംഭവിച്ചാൽ
അതിന് ഖേദവും അതിൻ്റെ പേരിലുള്ള നഷ്ടബോധവും പിന്നെ അറിയിക്കുന്ന രൂപത്തിൽ ലവ് എന്ന പ്രയോഗം നടത്തുക. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ആ സമയത്ത് ബൈക്കെടുത്ത് പോയതുകൊണ്ടാണല്ലോ ആക്സിഡൻ്റ് ആയത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖലാഇനെ ഖദറിനെ ചോദ്യം ചെയ്യല്ല. അതിനപ്പുറത്ത് നഷ്ടബോധം. എന്നാലും ഞാൻ എത്ര റാഹത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ചുറുചുറുക്കൂടി എഴുന്നേറ്റ് നടന്നിരുന്ന ആളാണ്, ഇപ്പം ബെഡിലായി കിടപ്പിലായി. എന്നാലും ആ സമയത്ത് ബൈക്കെടുത്ത് പോകാൻ എനിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ, എന്തെങ്കിലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നഷ്ടബോധം, ആ സംഭവിച്ച പ്രയാസത്തിന് നഷ്ടബോധവും ഖേദവും വിഷമവും രേഖപ്പെടുത്താൻ നമ്മളിങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാം. ഇതും പാടില്ലാത്തതാണ്. നേരെ മറിച്ചത് അള്ളാഹുവിൻ്റെ ഖലാഇനെയും ഖദറിനെയും ചോദ്യം ചെയ്യാനാണെങ്കിൽ ഗൗരവം കൂടും. അതല്ലാതെ ഖേദം പ്രകടിപ്പിക്കാൻ നഷ്ടബോധം ഉണ്ടായി സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ലവ് എന്ന പ്രയോഗം നടത്താൻ പാടില്ല, ഹറാമാണ്. ഇതാണ് ലവ് എന്ന പ്രയോഗം നമ്മുടെ നിത്യജീവിതത്തിൽ പാടില്ലാത്ത ഹറാമാകുന്ന സാഹചര്യങ്ങൾ. ഇനി ഈ പ്രയോഗം അനുവദിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഏതുപോലെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഭാവിയിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു നന്മയെ സൂചിപ്പിക്കാൻ വേണ്ടി മസ്ജിദ് നബവിയിലെ മുദരിസായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ പ്രയോഗത്തെ വിശദീകരിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് ഏത് രൂപത്തിലായിരുന്നു? ഖിറാൻ രൂപത്തിലായിരുന്നു. ഹജ്ജ് രണ്ട് രൂപത്തിലുണ്ട്, തമത്തുആയും ഹജ്ജ് ചെയ്യാം, ഖിറാനായും ചെയ്യും. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒരൊറ്റ ഇഹ്റാമിൽ ഒരുമിച്ച് നിർവഹിക്കുന്നതാണ് ഖിറാൻ. തമത്തു എന്ന് പറഞ്ഞാൽ രണ്ടിനും, രണ്ട് ഇഹ്റാമും രണ്ട് തഹല്ലും ഉണ്ടാകുന്ന രൂപത്തിൽ വേറെ വേറെ ചെയ്യുന്ന രീതിയാണ് തമത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാൻ നിയത്തിലാണ് അവിടുന്ന് ഇഹ്റാം കെട്ടി മക്കയിലെത്തിയത്. എന്നാൽ ചില സ്വഹാബികൾ വൈകി എത്തുകയുണ്ടായി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളോട് ഏതർത്ഥത്തിലാണ് ഇഹ്റാം കെട്ടിയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അവരുടെ മറുപടി റസൂലുള്ളാഹി കേൾക്കുന്നു. അതാണ് സാഹചര്യം. അപ്പോൾ സ്വഹാബികളോടുള്ള ഈ സംസാരത്തിനിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലമാ സുഖ്തുൽ ഹദി വലജഅൽതുഹാ ഉംറതൻ. ഇവിടെ ലവ് എന്ന പ്രയോഗം നമുക്ക് കാണാം. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതായത് റസൂലുള്ളാഹി ഇഹ്റാം കെട്ടിയതിന് ശേഷമാണ് തമത്തു ആയി ഹജ്ജ് ചെയ്യാമെന്ന മസല അവിടുന്ന് മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ അപ്പോഴായിരിക്കും റസൂലുള്ളാഹിക്ക് അത് വഹി ലഭിച്ചത്. റസൂലുള്ളാഹി ഹജ്ജും ഉംറയും ഒരൊറ്റ ഇഹ്റാമിൽ ഖിറാനായി ചെയ്യണമെന്ന നിയത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത്. പക്ഷേ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ അഫ്ളലായ ഹജ്ജും ഉംറയും വേറെ വേറെ ഇഹ്റാമിൽ ചെയ്യാൻ സാധിക്കുന്ന തമത്തുഅനെ കുറിച്ച് റസൂലുള്ളാഹി അറിയിച്ചു കൊടുക്കുകയാണ്. ലമാ സുഖ്തുൽ ഹദി, ഇത് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഹദീനെ ബലിമൃഗത്തെ കൂടെ കൊണ്ടുവരില്ലായിരുന്നു. ഖുർആൻ നിർവഹിക്കുന്നവർ ബലിമൃഗത്തെ കൂടെ കൊണ്ടുവരണം. വലജഅൽതുഹാ ഉംറ, ഞാൻ ഇത് ഉംറയാക്കുകയും പിന്നീട് ഉംറയിൽ നിന്ന് തഹല്ലുലായി പിന്നീട് രണ്ടാമത് ഇഹ്റാം കെട്ടി ഹജ്ജിൽ പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാൻ ചെയ്തതിനെ തമത്തു ആയി പിന്നീട് ചെയ്യാമെന്ന അതിൻ്റെ അഫ്ളലിയത്തിനെ, ഇതിനേക്കാൾ നല്ലത് തമത്തു ആയിരുന്നു എന്നത് അറിയിക്കാൻ വേണ്ടി സ്വഹാബത്തിനോട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് സൂചിപ്പിക്കാൻ ലവ് എന്ന പ്രയോഗം നടത്തി. ഈ പ്രയോഗം ഏത് പശ്ചാത്തലത്തിലാണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, അതിനേക്കാൾ നല്ലത് മറ്റൊന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കഴിഞ്ഞ കൊല്ലം മനസ്സിലാക്കിയത് ഇന്ന മസല അത് പാടില്ല എന്നായിരുന്നു. പക്ഷേ ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ, അതായത് ഒരു കാര്യത്തേക്കാൾ നല്ല കാര്യം അറിയിക്കാൻ, അഫ്ളലായ ഒരു കാര്യം അറിയിക്കാൻ ലവ് എന്ന പ്രയോഗം അങ്ങനെയാണെങ്കിൽ എന്ന പ്രയോഗം നടത്താം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ശരി. പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയോഗം നടത്തി രണ്ടർത്ഥത്തിലാകാം. ഒന്ന്, ഇതിനേക്കാൾ അഫ്ളലായത് മറ്റേതായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാകാം. അതല്ലെങ്കിൽ ഭാവിയിൽ ഇനിയൊരു ഹജ്ജിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഖിറാനായി ചെയ്യില്ല, തമത്തു ആയി ചെയ്യൂ എന്നറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞതാകാം. ലൗ ഹജ്ജത്തു മർറതൻ ഉഖ്റ ലഹജ്ജത്തു മുതമത്തിഅൻ, ഇനി ഒരു തവണ കൂടി ഞാൻ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഖിറാന് പകരം തമത്തു ആയി ഹജ്ജ് ചെയ്യുമായിരുന്നു.
അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ഞാൻ ചെയ്യും എന്നൊരാൾ സൂചിപ്പിക്കാൻ വേണ്ടി ലവ് എന്ന പ്രയോഗം നടത്തുക. ഭാവിയിൽ ചെയ്യാനുള്ളൊരു നന്മയെക്കുറിച്ച്, ഉത്തമമായൊരു കാര്യത്തെക്കുറിച്ച് ലവ് എന്ന പ്രയോഗം നടത്തൽ അനുവദിക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. മറ്റൊരു സാഹചര്യം, സംഭവിച്ചൊരു കാര്യം, അതിൽ നമുക്ക് തെറ്റ് സംഭവിച്ചു, പിഴവ് സംഭവിച്ചു, അബദ്ധം സംഭവിച്ചു, അത് ഉണർത്താൻ വേണ്ടി, ഉദാഹരണത്തിന് നമ്മളെ ഫ്ലൈറ്റ് മിസ്സായി, നമ്മൾ ആദ്യമായി വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം യാത്ര പോവാണ്, ഫ്ലൈറ്റ് മിസ്സായി. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് മിസ്സായത്? നമ്മളെ അശ്രദ്ധ കാരണം, നമ്മളെ നേരം വൈകിട്ട്, നമ്മുടെ തസാഹുലാണ് അതിന് കാരണം. അപ്പോൾ അത് സംഭവിച്ചപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു മുതിർന്നവർ, ഉപ്പയോ ഉമ്മയോ, നീ അത് സമയത്തിൻ്റെ വിഷയം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി നേരത്തെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് ആ ഫ്ലൈറ്റ് മിസ്സാവില്ലായിരുന്നു. പറയാൻ പാടില്ല, ലവ് എന്ന പ്രയോഗം ഹറാമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് തൻബീഹാണ്. തൻബീഹിൻ്റെ ബാബ്, നമ്മളെ അശ്രദ്ധയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തൻബീഹിൻ്റെ ബാബിൽ അത് ചെയ്യാമെന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ടൊരു നന്മ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ കുറവുകൊണ്ടാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. അതുകൊണ്ട് നീ ഇത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പം അടുത്ത തവണ നമുക്ക് ശ്രദ്ധിക്കാൻ അത് പ്രചോദനമാകും. ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളിൽ അശ്രദ്ധയോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് ഉണർത്താൻ വേണ്ടി ലവ് എന്ന പ്രയോഗം സാധാരണഗതിയിൽ നമ്മുടെ ഭാഷയിൽ നടത്താറുണ്ട്. അത് അനുവദിക്കപ്പെട്ടതാണ്, അത് ചെയ്യാമെന്നാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരാൾ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, അയാൾ അതിൽ വീഴ്ച വരുത്തി, ചെയ്യേണ്ട പോലെ ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാകും, തങ്ങൾക്ക് കീഴിൽ പണിയെടുക്കുന്നവരുണ്ടാകും, പലരും നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ അവരതിൽ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിൽ, വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവരത് ചെയ്യേണ്ട രീതി കൃത്യമായി പഠിക്കും. നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇത് ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ചെയ്യുകയായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊരു അബദ്ധം ഉണർത്താനോ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാനോ ആ അർത്ഥത്തിൽ ലവ് എന്ന പ്രയോഗം നടത്തുന്നതിൽ തെറ്റില്ല. സഹോദരങ്ങളെ, ലവ് എന്ന പ്രയോഗം ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം, അത് അനുവദിക്കപ്പെടുന്ന രംഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഭാവിയിൽ ഒരു നന്മയെ അറിയിച്ചു കൊടുക്കാനോ അതിൽ സംഭവിച്ച അബദ്ധങ്ങൾ തിരുത്തുന്ന ബാബിൽ ഉണർത്താൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയോ ഒക്കെ സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കുന്നതിൽ അബദ്ധമില്ല. ഹദീസിൽ നിന്ന് അത്തരത്തിലുള്ള സമാനമായ പ്രയോഗങ്ങൾ നമുക്ക് കാണാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് നേരത്തെ നമ്മൾ പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ ഹജ്ജത്തുൽ വദാഇലുള്ള സംഭവം. മറ്റൊരു സംഭവം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നമ്മെ കേൾപ്പിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഇൻദ കുല്ലി സ്വലാത്തിൻ വല അഖർതുൽ ഇശാ ഇലാ സുലുസിൽ ലൈലിൽ അവ്വൽ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകില്ലായിരുന്നുവെങ്കിൽ, അവിടെ ലവ് എന്ന പ്രയോഗമുണ്ട്, എൻ്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിനോടും അനുബന്ധമായി, എല്ലാ നിസ്കാരത്തിനും മുന്നോടിയായി ഞാൻ ദന്തശുദ്ധീകരണം, പല്ല് തേക്കുക എന്നുള്ളത് കൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇശാ നിസ്കാരം അത് രാത്രിയുടെ ആദ്യത്തെ 1/3 സമയത്തിലേക്ക് പിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ഇശാ നിസ്കാരം സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ പിന്തിക്കുക എന്നുള്ള സുന്നത്താണ്. അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് മുമ്പ് പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധ സ്വരത്തിൽ നമ്മളോട് കൽപ്പിച്ചില്ല, നമുക്ക് വാജിബാക്കിയില്ല, നമുക്ക് പ്രയാസമുണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ട്. അപ്പോൾ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുക എന്നുള്ള റസൂലുള്ളാഹി പറയുന്നു, ഉമ്മത്തിന് പ്രയാസം ഇല്ലാതിരിക്കുക, ഉമ്മത്തിന് പ്രയാസമുണ്ടാകരുത് എന്ന നന്മ ഉമ്മത്തിനുമേൽ റസൂലുള്ളാഹി ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രയോഗം നടത്തിയത്. അപ്പം നന്മ ആഗ്രഹിച്ചുകൊണ്ട് നീ അങ്ങനെ ചെയ്യില്ലായിരുന്നുവെങ്കിൽ നിനക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ ചെയ്താൽ നിനക്കിതിനേക്കാൾ ഖൈർ ലഭിക്കും എന്ന് പറയാന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് മുസ്ലിം ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നിർമ്മാണത്തെ പറ്റി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ കഅബ പുതുക്കിപ്പണിയുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയതുപോലെയല്ല ഖുറൈശികൾ പിൽക്കാലത്ത് കഅബ അത് പൊളിച്ചു പണിതത്.
ഇന്ന് നമ്മൾ കാണുന്ന ഹിജ്ർ ഇസ്മായിൽ ഉണ്ടല്ലോ, അത് ശരിക്കും കാബക്കകത്താണ് വേണ്ടിയിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് കാബയുടെ തൂണുകൾ നിശ്ചയിച്ചതെന്നാണ്. പിന്നീട് ഖുറൈശികൾ അത് പുതുക്കി പണിതപ്പോൾ ഹിജ്ർ ഇസ്മായിൽ പുറത്തായി. അപ്പോൾ റസൂലുള്ള അതിനെ മുൻനിർത്തി പറയാണ്, ആയിഷ ബീവിനോട് പറയാണ്, ലൗല അന്ന ഖൗമക ഹദീസു അഹ്ദിൻ ബികുഫ്രിൻ ലഹദംതുൽ കഅബത വലബനൈതുഹാ അലാ ഖവാഇദി ഇബ്രാഹിം. നിന്റെ സമൂഹം കുഫ്രിനോട് അടുത്ത ഇസ്ലാമിലേക്ക് വന്ന നവാഗതരായിട്ടുള്ള ആളുകളല്ലായിരുന്നുവെങ്കിൽ, അതായത് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ, അവർക്കും കുഫ്റിനും ജാഹിലിയത്തിനും ഇടയിൽ വലിയ അകലമില്ല. അപ്പോൾ നവാഗതരാണ്, ഇസ്ലാമിലേക്ക് വന്ന പുതുക്കക്കാരാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ലഹദംതുൽ കഅബ, ഇന്നവർ പടുത്തുയർത്തിയിട്ടുള്ള ഈ കഅബയെ ഞാൻ പൊളിക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇബ്രാഹിം നബി നിർമ്മിച്ച രൂപത്തിൽ, ഹിജ്ർ ഇസ്മായിൽ ഉള്ളിൽ വരുന്ന രൂപത്തിൽ കഅബ, ആ ഖവാഇദുകളിൽ തൂണുകൾ ഞാൻ പടുത്തുയർത്തുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല? അവർക്ക് പ്രയാസമാകണ്ട. ഖുറൈശികൾ വലിയ പുണ്യപ്രവൃത്തിയായി ചില റിപ്പോർട്ടുകളിൽ കാണാം, അവർ എന്തുകൊണ്ടാണ് ഹിജ്ർ ഇസ്മായിലിനെ പിന്നിലാക്കിയത്, അല്ലെങ്കിൽ അത് കഅബക്കകത്ത് വരാതിരുന്നത്? അവർക്ക് നിർബന്ധമാണ്. ഖുറൈശികളായിരുന്നിട്ടും അന്ന് അവർ ജാഹിലിയത്തിലും കുഫറിലും ശിർക്കിലുമായിരുന്നിട്ടും ഹലാലായ സമ്പത്ത് കൊണ്ടേ കഅബ പടുത്തുയർത്താവൂ എന്നവർക്ക് നിഷ്കർഷത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തൂണും കൂടി ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് അവരെ ഹലാലായ സമ്പാദ്യം കഴിഞ്ഞു, അവർ പാപ്പരായി. അപ്പോൾ ആ തൂണ് പുറത്താക്കി അവർ പണിതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ട് ഖുറൈശികൾ ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തിയായി അവർ ഗണിച്ചിരുന്ന സംഗതി റസൂൽ അത് പുതുക്കി പൊളിച്ചു പണിയുമ്പോൾ അവിടെ ഫിത്ന ഉണ്ടാകും. പ്രത്യേകിച്ച് അവർ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാണ്. അതുകൊണ്ട് റസൂൽ ആ ഫിത്ന ഭയന്ന് ആ നന്മ ഒഴിവാക്കി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന പ്രയോഗം നടത്തി. അതായത് ഖൈറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു ഖൈറിനെ അറിയിക്കാൻ, നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അഫ്ളലായ കാര്യം അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് നടത്താം. ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠമുണ്ട്. ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുക, ആളുകളെ വെറുപ്പിക്കുക, ഒരു ഖൈർ നടപ്പിലാക്കാൻ അതിനേക്കാൾ വലിയ ഷർറ് അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുക. ആ സാഹചര്യത്തിൽ നമ്മൾ ആ ഖൈർ അവിടെ നടപ്പിലാക്കരുതെന്നാണ്. രണ്ട് ഷർറുകൾ ഒരുമിച്ച് വരുമ്പോൾ അതിലേറ്റവും ഉപദ്രവം കുറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതെല്ലാം ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റു പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്തതായി ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ പാഠം ക്ഷമ എന്നതാണ്. ക്ഷമയെ നമ്മോട് കൽപ്പിക്കുന്ന ഹദീസാണിത്. ക്ഷമ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ പാതിയാണ്. പണ്ഡിതന്മാർ ക്ഷമയെ വ്യത്യസ്ത രൂപത്തിൽ നിർവചിച്ചതായി കാണാം. ഹബ്സുൻ നഫ്സി അലാ ത്വാഅത്തില്ലാഹി വഅൻ മഅസിയതിഹി വഅലാ അഖ്ദാരിഹി. ചുരുങ്ങിയ രൂപത്തിൽ ക്ഷമയെ നമുക്ക് ഇങ്ങനെ പറയാം: അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു മേലും അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കാതിരിക്കാനും അള്ളാഹുവിൻ്റെ വിധികളിലും നമ്മുടെ നഫ്സിനെ തടഞ്ഞു നിർത്തുക, കടിഞ്ഞാണിടുക. അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കാൻ ആത്മനിയന്ത്രണം പാലിക്കുക, നമ്മുടെ നഫ്സിനെ കടിഞ്ഞാണിടുക. ഇതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കേണ്ടത് 3 രൂപത്തിലാണ്. 3 തലങ്ങളാണ് അതിനുള്ളത്. ഒന്ന് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണ്. ഹബ്സുൻ നഫ്സി അനി തസഖുതി ബിൽ മഖ്ദൂർ. അള്ളാഹു വിധിച്ച വിധി, സംഭവിച്ച വിപത്ത്, പരീക്ഷണം, അതിനോട് അതൃപ്തിയും അനിഷ്ടവും ഖൽബിൽ തോന്നാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് എനിക്ക് അങ്ങനെ വിധിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഖൽബിൽ അള്ളാഹുവിൻ്റെ വിധിയോടൊരു നീരസം, ഒരനിഷ്ടം, ഒരു വെറുപ്പ്, ഒരതൃപ്തി ഖൽബിൽ തോന്നാതിരിക്കുക. ഇതാണ് ക്ഷമയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ തലം നാവിനെ ബാധിക്കുന്നതാണ്. ഹബ്സുൽ ലിസാനി അനി ശക്വ. സംഭവിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിനെ പഴി പറയാതിരിക്കുക, പരാതി പറയാതിരിക്കുക. എന്നോടിത് ചെയ്തല്ലോ, എനിക്കിത് സംഭവിച്ചല്ലോ, ഞാനെന്ത് ചെയ്തിട്ടാണ്, ഞാനെന്ത് ദ്രോഹം ചെയ്തിട്ടാണ്. സമാനമായ ആവലാതിയും പരാതിയും പഴിചാരലുമെല്ലാം നാവ് കൊണ്ട് നടത്താതിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി ഹബ്സുൽ ജവാരിഹി അനിൽ മഅസിയ. നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്ക്, ഹറാമുകൾ പ്രവർത്തിക്കുന്നതിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുക. ഇങ്ങനെ കൽബിലും നാവിലും ശരീരത്തിലെ അവയവങ്ങളിൽ നമ്മൾ ക്ഷമ പാലിക്കണം. ഇതാണ് ക്ഷമയുടെ സമ്പൂർണ്ണതലം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പം എന്തു പ്രയാസമുണ്ടായാലും കൽബിൽ അതിനോട്, അള്ളാഹുവിൻ്റെ വിധിയോട് നീരസം തോന്നാതിരിക്കുക.
നാവിൽ അതിനെക്കുറിച്ച് അവലാതിയും പരാതിയും പറയാതിരിക്കുക. അവയവങ്ങളിൽ അതിനെതിരെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന അലമുറയിടൽ, അട്ടഹാസം, ആർത്തലക്കൽ, വസ്ത്രം വലിച്ചു കീറുക, മുഖത്തടിക്കുക, സ്ത്രീകളിൽ സംഭവിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാതിരിക്കുക. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. ഇതാണ് ക്ഷമയുടെ പൂർണ്ണരൂപം. സഹോദരങ്ങളെ, ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമതായി, എന്തു പ്രയാസമുണ്ടായാലും ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒറ്റമൂലി ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പല നിലക്കും അള്ളാഹു പരീക്ഷിക്കും. ഭയമുണ്ടാകാം, പട്ടിണിയുണ്ടാകാം, സാമ്പത്തിക നഷ്ടം, വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ടുള്ള നഷ്ടം, വിഭവ നഷ്ടം. പക്ഷെ ക്ഷമിക്കുക. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് റസൂലുള്ളാഹിയെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർ ഉടനടി പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ അധീനതയിലാണ് ഞങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് ഭംഗിയായി ക്ഷമിക്കുക തന്നെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സമാധാനവും. അള്ളാഹു അവരെക്കുറിച്ചാണ് മലക്കുകളുടെ സന്നിധിയിൽ പുകഴ്ത്തുകയും ചെയ്യുക. അവർക്ക് അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ട്, അള്ളാഹുവിനുള്ള കാരുണ്യമുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗം നേടിയവർ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് നമ്മൾ ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവിൽ അവൻ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ അള്ളാഹു വേഗത്തിൽ നൽകും. ദുനിയാവിൽ അള്ളാഹുവിനെ അതിൻ്റെ പേരിൽ ശിക്ഷിച്ചേക്കും. വഇദാ അറാദ ബിഅബ്ദിഹി ശർറ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ. എന്നാൽ അള്ളാഹു ഒരു അടിമക്ക് ഷർറാണ് ഉദ്ദേശിച്ചതെങ്കിലോ അവൻ ചെയ്യുന്ന തിന്മകൾക്ക് മേൽ അവനെ പിടികൂടാതെ അള്ളാഹു പിന്തിക്കും. അതിനുള്ള ശിക്ഷ അള്ളാഹു പിന്തിക്കും. ഖിയാമത്ത് നാളിൽ കണക്ക് തീർത്ത് അള്ളാഹു അതിന് നൽകും. ഖൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ പരീക്ഷണങ്ങളായി, ദുരന്തങ്ങളായി, വിപത്തുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയെ വേഗത്തിലാക്കും, ദുനിയാവിൽ തന്നെ തരും. പരലോകത്തേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ പാപസുരക്ഷിതനായി പൊന്നിരക്കുന്നത് പോലെ സ്ഫുടം ചെയ്യപ്പെട്ട രൂപത്തിൽ നമ്മൾ പാപസുരക്ഷിതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടും. ഇത് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷണമാണ്. പരീക്ഷണങ്ങൾ ഇങ്ങനെയായേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രതിഫലം നമ്മൾ ഓർക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാ മഅ ഇളമിൽ ബലാ. വമ്പിച്ച പ്രതിഫലം വമ്പിച്ച പരീക്ഷണത്തോടൊപ്പമാണ്. പരീക്ഷണം എത്ര കടുപ്പമാകുന്നുവോ അത്രത്തോളം പ്രതിഫലം കനമേറുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റദിയ ഫലഹു റിള. ആ പരീക്ഷണത്തിൽ തൃപ്തിയടയുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. വമൻ സഖിത ഫലഹു സഖത്. ആരാണോ ആ പരീക്ഷണത്തിൽ അതൃപ്തിയും അതുപോലെ തന്നെ അനിഷ്ടവും വെറുപ്പും നീരസവും രേഖപ്പെടുത്തിയത്, ക്ഷമിക്കാതിരുന്നത്, അവൻ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. നോക്കൂ നിങ്ങൾ, പരീക്ഷണങ്ങൾ കൊണ്ടൊരു മുസ്ലിം ക്ഷമിച്ചാൽ അവന് ലഭിക്കുന്ന നേട്ടമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കഠിനമായി അള്ളാഹു പരീക്ഷിച്ചത് അംബിയാക്കളെയാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മ സാലിഹൂൻ സുമ്മ അൽ അംസൽ ഫൽ അംസൽ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നത് നമ്മൾ ശീലമാക്കുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വമ്പിച്ച പ്രതിഫലമാണ്. രണ്ടാമതായി ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം, അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്ത വിചാരം നമ്മൾ വെച്ച് പുലർത്താതിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, ദീനിൻ്റെ ഏതേതു കാര്യത്തെക്കുറിച്ച് നല്ലതല്ലാത്തതൊന്നും നമ്മൾ വിചാരിക്കരുത്. അത് കാലഘട്ടത്തിന് യോജിക്കട്ടെ, സമൂഹം എതിരാകട്ടെ, ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ തന്നെ പ്രയാസം വല്ലപ്പോഴും ഉണ്ടാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ലതല്ലാത്തതൊന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം അല്ലാഹു വിധിക്കുന്നതെല്ലാം, അല്ലാഹു നിശ്ചയിക്കുന്നതെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകട്ടെ, ലോകത്ത് സംഭവിക്കുന്നതാകട്ടെ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളാകട്ടെ, ഖൈറല്ലാതെ മറ്റൊന്നുമല്ല.
അള്ളാഹുവിൻ്റെ വിധികളെല്ലാം എല്ലാ അർത്ഥത്തിലും ഖൈറു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ലതല്ലാത്തതൊന്നും നമ്മൾ വിചാരിക്കരുത്. ക്ഷമിക്കാൻ നമ്മളെ അത് സഹായിക്കും. അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങളൊരു കാര്യം വെറുക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് ഖൈറായേക്കാം. അള്ളാഹുവിനറിയാം. നിങ്ങളൊരു കാര്യം ഖൈറാണെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങൾക്ക് വെറുപ്പായേക്കാം, അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയേക്കാം, അള്ളാഹു നിങ്ങൾ തട്ടിമാറ്റിയേക്കാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനെ കുറിച്ച് നല്ലതല്ലാത്തതൊന്നും, അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്തതൊന്നും വിചാരിക്കാതിരിക്കുക. ക്ഷമിക്കാൻ നമ്മളെ അത് സഹായിക്കും. മൂന്നാമതായി, ക്ഷമ ശീലിക്കുക. ഫഇന്ന സബ്ർ യകൂനു ബിത്തസബ്ബുർ. ചിലപ്പോൾ പ്രകൃതിയെ നമ്മൾ ക്ഷമ ഇല്ലാത്തവരായിരിക്കും, മുൻചുണ്ടിക്കാരായിരിക്കും, ക്ഷിപ്രകോപികളായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. ശീലിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരാക്കാൻ അള്ളാഹുവിനോട് നമ്മുടെ വിഷയത്തിൽ ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വമൻ യതസബ്ബർ യുസബ്ബിറുല്ലാഹ്. ആരാണോ ക്ഷമ ശീലിക്കുന്നത്, കഷ്ടപ്പെട്ട്, പ്രകൃതി അവന് ക്ഷമാലുവല്ല, പക്ഷെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് അവൻ കടിഞ്ഞാണിട്ട് നിർത്തി നിയന്ത്രണം പാലിച്ച് ക്ഷമ ശീലിക്കുകയാണ്. അങ്ങനെ ഒരാൾ ക്ഷമിക്കാൻ പ്രയാസപ്പെടുന്നുവെങ്കിൽ യുസബ്ബിറുല്ലാഹ്, അള്ളാഹുവിന് ക്ഷമാലുവാക്കും. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനമാണ്, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്സബ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയേക്കാൾ വിശാലവും ഉത്തമവുമായ ഒരു അനുഗ്രഹം ഒരാൾക്ക് നൽകിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ക്ഷമയേക്കാൾ വിശാലവും ഖൈറുമായ ഉത്തമവുമായ ഒരു സമ്മാനവും ഒരു അനുഗ്രഹവും ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്ഷമ ശീലിക്കുക, അല്ലാഹു നമ്മെ ക്ഷമിക്കാൻ സഹായിക്കും. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ മശ്റൂഉ ഇൻദ ഹുലൂലിൽ മസാഇബ്. ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉടനടി അല്ലാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചവരെ പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക, മനം തൊട്ട് പറയുക. ഹൃദയത്തിൽ സ്പർശിക്കുന്ന, നാവിൽ തുളുമ്പുന്ന മന്ത്രമായത് മാറുക. അള്ളാഹുവിൻ്റെതാണ് ഞങ്ങൾ, അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ, അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക തന്നെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. ചില ആളുകൾ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. പണ്ഡിതന്മാർ അത് വിലക്കിയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് അത്ഭുതകരമായ സംഗതികൾ കാണുമ്പോൾ നമുക്ക് പറയാം. പക്ഷേ മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, അബൂ സലമയേക്കാൾ ശ്രേഷ്ഠനായ ആരെയാണ് എനിക്ക് ലഭിക്കുക? അങ്ങനെ ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ അജ്റുനി ഫി മുസീബതി വ അഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എൻ്റെ ഈ മുസീബത്തിൽ, എൻ്റെ പ്രിയതമൻ്റെ മരണമാകുന്ന ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. എനിക്ക് അദ്ദേഹത്തെക്കാൾ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതും എനിക്ക് പകരം നൽകണേ. ഇത് ദുആ ചെയ്തപ്പോഴും അവർ ചിന്തിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ അവിടുത്തെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി ഉമ്മു സലമക്ക് തിരിച്ചു നൽകി. ഈ ദുആ നമ്മൾ ശീലിക്കുക. എന്ത് മുസീബത്ത് ഉണ്ടായാലും ഈ ദുആ നമ്മൾ നമ്മുടെ മന്ത്രമാക്കുക. അല്ലാഹുമ്മ അജ്റുനി ഫി മുസീബതി വ അഖ്ലിഫ്നി ഖൈറൻ മിൻഹാ എന്ന് നമ്മൾ ദുആ ചെയ്യുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതോടൊപ്പം അഞ്ചാമതായി സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ എത്ര നേരം പറഞ്ഞത്. ഇതിനേക്കാൾ മുകളിലുള്ള തലമാണ് തൃപ്തിപ്പെടുക എന്നുള്ളത്. ചിലപ്പോൾ മനസ്സിൽ പ്രയാസമുണ്ട്. ക്ഷമിക്കുകയാണെങ്കിൽ മനസ്സിൽ അതിൻ്റെ പ്രയാസം ഉണ്ടാകും. അത് കടിച്ചമർത്തിയിട്ടായിരിക്കും നമ്മൾ ക്ഷമിക്കുക. പക്ഷെ അതിൻ്റെയും ടോപ്പുള്ള ലെവലാണ് റിള എന്നുള്ളത്, തൃപ്തിപ്പെടുക. എന്ത് വിധിച്ചാലും ഞാനങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധിയാണ്. അതിനേക്കാൾ മുകളിലുള്ള തലമാണ്. എന്നാൽ ക്ഷമ എന്നത് ചിലപ്പോൾ പ്രയാസം കടിച്ചമർത്തിയിട്ടായിരിക്കും നമ്മൾ ക്ഷമിക്കുക. പണ്ഡിതന്മാർ ചില പറഞ്ഞതായി കാണാം, ഈ റിളയേക്കാൾ മുകളിലുള്ള ഒരു തലമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി പോലെയുള്ളവർ പറഞ്ഞതായി കാണാം. അതെന്താണ്? ശുക്റാണ്. ക്ഷമിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസം കടിച്ചമർത്തിയിട്ട് നമ്മൾ ക്ഷമിക്കുന്നുണ്ടാവും, ഒന്നും പറയുന്നില്ല. മനസ്സിലെന്തെങ്കിലും തോൽവി വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കും. അതാണ് സബർ. റിള എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നീരസമോ പ്രയാസമോ ഇല്ലാത്തൊരു സമ്പൂർണ്ണ തൃപ്തി. ശുക്ർ എന്ന് പറഞ്ഞാൽ ആ റിളന്റെ മുകളിൽ പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്തോറും അവൻ നന്ദി ചെയ്തുകൊണ്ടേയിരിക്കും. ആ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ പോലും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും. സാധാരണഗതിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടാൽ ശുക്ർ ചെയ്യാന്നാണല്ലോ പറയുക. പരീക്ഷിക്കപ്പെട്ടാലും ശുക്ർ തന്നെ. ശുക്ർ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ കുറക്കുന്ന പരിപാടിയില്ല. അതിൻ്റെയും ടോപ്പുള്ള ലെവലാണ്. അതാണ് അമ്പിയാക്കളുടെയും മുസ്ലിങ്ങളുടെയും പദവി. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാണ്. ഈ ഹദീസിൽ ചെറിയൊരു മസാലയും കൂടി അത് പറഞ്ഞിട്ട് നമുക്ക് നിസ്കാരത്തിന് പിരിയാം. ഇവിടെ ഈ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നൊരു സംഗതിയാണ് നമ്മൾ പരാതി പറയുക, ആവലാതി പറയുക എന്നുള്ള സംഭവം. അറബിയിൽ ഷക്വ എന്ന് പറയും. ഈ ഷക്വ അള്ളാഹുവിനോടാണെങ്കിൽ അത് മുസ്തഹബാണ്. നമ്മൾ പരാതി പറയേണ്ടത് ആരോടാണ്? ആവലാതി ബോധിപ്പിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അത് പ്രതിഫലാർഹമാണ്. അള്ളാഹുവിനോടാണ് നമ്മുടെ പരാതികൾ പറയേണ്ടത്, പടപ്പുകളോടല്ല, സൃഷ്ടികളോടല്ല, പടച്ചവനോടാണ്. രണ്ടാമതായി, സൃഷ്ടികളോട് പറയാൻ പറ്റുന്ന ആവലാതികളുണ്ട്, പരാതികളുണ്ട്. ഏതുപോലെ? ഇപ്പോൾ നമ്മൾ ചികിത്സക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് പോവാണ്, വേദന കൊണ്ട് പോകണം, ഡോക്ടറേ ഒന്നിൻ്റെ വേദന ഒന്ന് പെട്ടെന്നൊന്ന് ഒരു ഇഞ്ചക്ഷൻ തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് തരണേ എന്ന് നമ്മളെ അസുഖത്തിന് ചികിത്സക്ക് വേണ്ടി നമ്മൾ ആവലാതി പറയും. അത് അനുവദിക്കപ്പെട്ടതാണ്. ഡോക്ടറോട് പോയി എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പാടില്ലാത്തതാണ്. എൻ്റെ രോഗത്തിന് ചികിത്സ നൽകണമേ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലാതെ രോഗം മാറ്റാൻ പറയാൻ പാടില്ല. ഇങ്ങനെ ചികിത്സ ആവശ്യാർത്ഥം നമുക്ക് ഒരു പരാതി, നമ്മുടെ പ്രയാസം ബോധിപ്പിക്കാം സൃഷ്ടികളോട്. അതല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ വേദന വന്നു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ഹാവൂ അനി എന്ന് പറയും അറബിയിൽ, രോദനം, ഒച്ചുണ്ടാക്കും. അല്ലെങ്കിൽ അവർ കുട്ടിയെ മോളെ ഉമ്മ വാപ്പ എന്നൊക്കെ വിളിക്കും. അത് അവരുടെ ഷക്വ, അങ്ങനെ ഒരു രോദനത്തിൻ്റെ രൂപത്തിൽ അവർ പ്രകടിപ്പിക്കുന്നതാണ്. അത് ഈ ഉണ്ടായ പ്രയാസത്തിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന, ക്ഷമകേട് പ്രകടിപ്പിക്കുന്ന രൂപത്തിലാണ് ആ രോദനെങ്കിൽ അത് പാടില്ല. നേരെ മറിച്ച് ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി കുട്ടിയെ മോളെ ഉമ്മ വാപ്പ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ വേദനയ്ക്കൊരു ലഘൂകരണം, ഒരു ആശ്വാസം ലഭിക്കുന്ന അവസ്ഥയിലാണ് അയാൾ പറഞ്ഞെങ്കിൽ പ്രശ്നമില്ല. നേരെ മറിച്ച് ഈ പ്രയാസത്തിൽ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ആ രോദനം പോലും, ആ വിളി പോലും പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തു പരീക്ഷണം തന്നാലും ആ പരീക്ഷണത്തോട് പൂർണ്ണമായ തൃപ്തിയും നീരസവും പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചല്ലോ, എന്തിനാണ് എന്നോട് ദ്രോഹം, ഞാൻ എന്ത് കാട്ടിയിട്ടാണ്. ഈ ജാതി നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാറുള്ള ഇങ്ങനെയുള്ള അതൃപ്തിവാചകങ്ങൾ, ഇങ്ങനെയുള്ള ആവരാതികൾ കണ്ടവരോടും കേട്ടവരോടൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. ഞാനെന്ത് ചെയ്തിട്ടാണ്, ഞാനെന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്നുള്ള പറച്ചിലും പ്രയോഗവും അത് ഹറാമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹാദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.